പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവപാലയുടെ നീക്കത്തെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അഭിഷേക് ഹാജരാകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടെ ഇഷയാകട്ടെ ഇനി എന്തു ചെയ്യും അഭിഷേക്? നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ലേ? എനിക്ക് പേടിയുണ്ട് ഈ കാര്യത്തിൽ. ദേവപാലയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുകയില്ല. ഇഷ, നീ ധൈര്യമായിരി. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നവും ഞാൻ കൈകാര്യം ചെയ്യാൻ തയ്യാറാണ്. എന്തായാലും എത്ര നാൾ ഇങ്ങനെ ഒളിച്ചു ജീവിക്കും? അതുകൊണ്ട് ഞാൻ ഹാജരാകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ ദേവപാലയുമായുള്ള ജീവിതം ഇനി പറ്റില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി ഡിവോഴ്സ് നേടിയെടുക്കുക തന്നെ ചെയ്യും ഞാൻ. പിന്നെ അവൾ ഇങ്ങനെ അവകാശം ഉന്നയിച്ച് വരില്ലല്ലോ എന്ന് പറഞ്ഞ് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഭിഷേക്. ഇഷയ്ക്ക് വളരെയധികം വിഷമമാവുകയും ചെയ്യുന്നു. ഇതോടെ തൻ്റെ അച്ഛനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോഴാണ് വീട്ടിൽ ഇപ്പോൾ രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി റാംമോഹൻ പറയുന്നത്. ഇങ്ങനെയൊരു വഴിത്തിരിവ് താനും പ്രതീക്ഷിച്ചില്ല. ആ ചതിയൻ അവനിപ്പോൾ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നീ തിരിച്ചു വരണം. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ വരുമച്ച. അവൻ്റെ ഭീഷണിയൊന്നും നമ്മുടെ അടുത്ത് നടക്കുകയില്ല എന്ന് തെളിയിക്കുക തന്നെ വേണം. മാത്രവുമല്ല, എനിക്കും എൻ്റെ കുഞ്ഞിനും എത്ര നാൾ ഇങ്ങനെ ഒളിച്ചു ജീവിക്കാൻ സാധിക്കും? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒളിച്ചിരിക്കാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് റാംമോഹനും തൻ്റെ നീക്കങ്ങൾ ശക്തമാക്കുന്നു. ഇതിനിടയിൽ ഒടുവിൽ സറണ്ടർ ആയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. ഇതോടെ അഭിഷേകിനെ കാണുന്നതിനായി എത്തുന്ന ദേവപാല, ഓ, അപ്പൊ നിനക്ക് ഒളിച്ചിരിക്കാൻ മാത്രമല്ല പുറത്തു വരാനും അറിയാം അല്ലേടാ? നീ എവിടെ പോയാലും നിന്നെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലടാ. നീ ജീവിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ കൂടെ മാത്രം. ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട. ഞാൻ മരിച്ചാലും നിന്റെ കൂടെ ജീവിക്കില്ലടി, അത് ഉറപ്പാ. സാർ, എനിക്ക് ഈ സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവൾ ഒരു ഭ്രാന്തിയാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായി എനിക്കും അവകാശങ്ങളുണ്ട്. ഞാൻ ഇവളുടെ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഡിവോഴ്സിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇവരുടെ കൂടെ പോകണ്ട. ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേക് പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് എസ് ഐയുടെ ഈ തീരുമാനം കേട്ടതിനെ തുടർന്ന് ദേവപാല ഇത് നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയാണ് എന്ന് ആരോപിക്കുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന എസ് ഐ അഭിഷേകിന്റെ തീരുമാനത്തിൽ ഉറച്ച് നിന്നാൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ പോകുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.